അതിന് എല്ലാവിധ ക്ഷേത്ര സംബന്ധമായി ചെയ്യുന്ന എല്ലാ ഉപചാരങ്ങളും അനുഷ്ഠിക്കുകയും വേണം. നിവേദ്യം ഉൾപ്പെടെ പാൽപ്പായസം വെച്ച ഭഗവാന് നിവേദ്യം കൊടുക്കണം. സാധനാബലവും വിശ്വാസത്തിനും അപ്പുറത്തുള്ള ഒരു വലിയ വിശേഷ ശക്തിയാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ആത്മബലം. ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ബ്രോക്കർമാരായി ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു സൂചി കാണാം. ചിന്താശുദ്ധി. ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ചിന്താശുദ്ധിയാണ്. യഥാർത്ഥത്തിൽ പൂജ ചെയ്യുമ്പോൾ മൗനം ദീക്ഷിച്ചിരിക്കുന്നവർ ഒരു മന്ത്രം പഠിച്ചവരല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഒരു പക്ഷെ തെറ്റായിരിക്കാം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചോദ്യം, എന്താണ് സുദർശന യന്ത്രം? എന്താണ് മഹാസുദർശന യന്ത്രം? ഈ യന്ത്രം ധരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക്? വൈഷ്ണവ സംബന്ധമായിട്ടുള്ള യന്ത്രങ്ങളെ കുറിച്ചാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. സുദർശനവും മഹാസുദർശനവും രണ്ടും വൈഷ്ണവ യന്ത്രം തന്നെ. ഒരുപാട് യന്ത്രങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ. മഹാവിഷ്ണുവിൻ്റെ പ്രീതി സമ്പാദിക്കാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമാണ് സുദർശനം ജപിക്കാറുള്ളത്. അതിൻ്റെ പൂർവിക വിധി എന്ന് പറയുന്നത് 1008 ഉരു മഹാസുദർശന മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ യന്ത്രം പൂർണ്ണമാകും. മറ്റ് ഈ പറഞ്ഞ ദശാംഗങ്ങൾക്ക് പുറമേ സുദർശന മന്ത്രം പൊതുവെ വളരെ ദീർഘമുള്ള മന്ത്രമാണല്ലോ. അപ്പം ആ മന്ത്രം 1008 ഉരു ചിട്ടയോടെ ജപിച്ച് പവറാക്കണമെങ്കിൽ എത്ര ദിവസം വേണം? ആ പൂജകൻ എത്ര നിഷ്ഠയോടുകൂടി ഇരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് എല്ലാവിധ ക്ഷേത്ര സംബന്ധമായി ചെയ്യുന്ന എല്ലാ ഉപചാരങ്ങളും അനുഷ്ഠിക്കുകയും വേണം. നിവേദ്യം ഉൾപ്പെടെ. ക്ഷേത്രത്തിൽ നമ്മൾ നിവേദ്യം കൊടുക്കും. ആ ദേവതയുടെ അതായത് ഭഗവാന് അന്നം കൊടുക്കുകയാണ് നമ്മൾ. അത് വാരി തന്നെ കൊടുക്കുകയാണ്. പഞ്ചപ്രാണനെ സാക്ഷി നിർത്തി കൊടുക്കുകയാണ്. അതുപോലെ ഈ യന്ത്രത്തിനും ഇതെല്ലാം ചെയ്യണം. 1008 ജപിക്കുന്നത് മഹാസുദർശനം എന്ന് പറയും. അത് നന്നായിട്ട് ജപിച്ച് വിഷ്ണു പ്രീതി വരുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ധരിക്കുന്ന ആളിന് ഭയങ്കരമായ നേട്ടങ്ങളുണ്ടാകും. ധനമുണ്ടാകും, കീർത്തി ഉണ്ടാകും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചെയ്യുന്ന ആളിൻ്റെ ആത്മബലം, സാധനാബലം, ഭഗവാനോടുള്ള സീമാതീതമായ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, സമർപ്പണ ബുദ്ധി, ഇതെല്ലാം ഉള്ള ഒരാൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാവൂ. പലരും പണത്തിനെ മോഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമായാൽ അതിന് ഫലം കുറയും. സുദർശന മന്ത്രം എന്ന് പറയുന്ന മഹാസുദർശനം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് സുദർശനം. സുദർശനം ഒരു 500 ഉരുവെങ്കിലും ജപിക്കണം. മന്ത്രം ഒന്ന് തന്നെ, പക്ഷെ 500 ഉരുവെങ്കിലും ജപിച്ച് ഈ പറഞ്ഞതുപോലെ നിവേദ്യം കൊടുത്ത് ധൂപവും ദീപവും പുഷ്പവും എല്ലാം കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഇരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്നുവെങ്കിൽ ഈ ഭക്തനെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വിധത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളെ മാറ്റിമറിക്കാൻ ഈ മഹാസുദർശന യന്ത്രത്തിന് കഴിയും. അപ്പം മന്ത്രം ജപിക്കുന്നിടത്താണ് ഇതിനകത്തുള്ള രഹസ്യം ഇരിക്കുന്നത്. നിഷ്ഠയോടെ, ചിട്ടയോടെ, വ്രതശുദ്ധിയോടെ നന്നായിട്ട് ജപിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു നല്ല തുക ചിലവാകും. നന്നായിട്ട് ജപിച്ച് നിവേദ്യം കൊടുത്തെടുക്കുകയാണെങ്കിൽ, ഭഗവാനെ പ്രീതിപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ, പാൽപ്പായസം വെച്ച ഭഗവാന് നിവേദ്യം കൊടുക്കണം. എന്നും പാൽപ്പായസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് പാൽപ്പായസം കൊടുക്കണം. കദളിപ്പഴം ഭഗവാന് നിവേദിക്കണം, അവല് ഭഗവാന് നിവേദിക്കണം. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണോ അതെല്ലാം വിധിപ്രകാരം വളരെ ശുദ്ധിയോടുകൂടി നിവേദ്യം സമർപ്പിക്കണം. ഇതെല്ലാം കൊടുത്തെടുത്താൽ സുദർശന യന്ത്രം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വത്താണ്. സാധാരണ യന്ത്രങ്ങൾക്ക് വിധി 3 കൊല്ലം സങ്കല്പം ചെയ്താണ് ചെയ്യാറുള്ളത്. 5 കൊല്ലം സങ്കല്പം ചെയ്തും ചെയ്യാം.
ഇനി ഒരുപാട് ആളുകളെ ഇരുത്തി യന്ത്രത്തിൻ്റെ പൂജകൾ കഴിഞ്ഞതിന് ശേഷം ആളുകളെ ഇരുത്തി ഒരുപാട് പേരെ കൊണ്ട് പൂജകൾ കൂടി മഹാസുദർശന ഹോമം അല്ലെങ്കിൽ മഹാസുദർശന പൂജ അതും കൂടെ ചെയ്യിപ്പിച്ച് ഈ യന്ത്രം വെച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ചൈതന്യം കൂടും. അങ്ങനെ വന്നാൽ 10 കൊല്ലം വരെ അത് ശരീരത്തിൽ അനുഗ്രഹത്തോടു കൂടി തന്നെ കിടക്കുമെന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ചൊക്കെ പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഭാരതീയ സങ്കല്പത്തിലെ താന്ത്രിക ശാസ്ത്രം എന്ന് പറയുന്നത് നിലകൊള്ളുന്നത് തന്നെ സങ്കല്പശുദ്ധിയിലാണ്. ഇപ്പം അങ്ങൊരു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, അങ്ങ് ഭഗവാന് പാൽപ്പായസം നിവേദിച്ചത് അങ്ങല്ല, പിന്നെയോ പൂജകനാണ്. അപ്പോൾ ആ നിവേദിച്ച പൂജകന്റെ സങ്കല്പം എങ്ങനെയോ അതനുസരിച്ചാണ് ഭഗവാൻ പ്രീതി കൊള്ളുന്നത്. അതാണ് നമ്മുടെ ഉപാസന ബലത്തിൻ്റെയും ഭക്തന് ഈശ്വരന് ഭഗവാനോടുള്ള വിശ്വാസത്തിൻ്റെ ദൃഢത അനുസരിച്ചാണ് ഇരിക്കുന്നത്. പാൽപ്പായസം കൊടുത്തു, അങ്ങെന്താണ് ചിന്തിച്ചത്? കൊടുത്തത് പൂജാരിയാണെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിച്ച പായസം ഭഗവാൻ കഴിച്ചു എന്ന് അങ്ങ് വിശ്വസിക്കുന്നു. അവിടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം എന്നല്ലോ. അപ്പോൾ ആ വിശ്വാസം ഉണ്ടായത് ഏതിൽ നിന്നാണ്? സാധനാബലത്തിൽ നിന്നും ഈശ്വരനോടുള്ള നമ്മുടെ അടുപ്പത്തിൽ നിന്നുമൊക്കെയാണ്. ഇതിനെല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു അത്യന്തം നിഗൂഢമായ ഒരു രഹസ്യമാണ് സങ്കല്പശുദ്ധി. കൊടുക്കുന്ന നൈവേദ്യത്തിലും മറ്റ് പുഷ്പാദികളിലും പൂജകളിലുമെല്ലാം നന്നായി സങ്കല്പം ചെയ്ത് ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചൈതന്യ രൂപത്തിലുള്ള മഹാവിഷ്ണു ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പോറ്റി പൂജകൻ അത് ചെയ്യുന്നതെങ്കിൽ അതിന് ബലം കൂടും. താന്ത്രിക ശാസ്ത്രത്തിൻ്റെ രഹസ്യം തന്നെ ഈ സാധനാബലത്തിലും വിശ്വാസത്തിലും ഒക്കെയാണ്. അപ്പോൾ സാധനാബലവും വിശ്വാസത്തിനും അപ്പുറത്തുള്ള ഒരു വലിയ വിശേഷ ശക്തിയാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ആത്മബലം. ഒരു മന്ത്രങ്ങൾ ജപിച്ച് സാധനാബലം ഇല്ലാത്ത ആളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫലവും അങ്ങനെ ഇരിക്കും. അതാണ് പറഞ്ഞത്, ദൈവിക ശാസ്ത്രം എന്ന് പറയുന്നത് സങ്കല്പത്തിലും അർപ്പണത്തിലും അധിഷ്ഠിതമാണ്. പണം മോഹിച്ച് എനിക്ക് അയാളൊരു 10,000 രൂപ തന്നു, 10,000 രൂപയുടെ പൂജ ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത്രയ്ക്കേ ഫലം കിട്ടും. ഇതൊരു ധർമാധിഷ്ഠിതമായ കർമ്മമാണ്. ആപത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളെ ഈശ്വരപ്രസാദം ഉണ്ടാക്കി ഈശ്വരപ്രസാദത്തിലൂടെ അയാളെ ആപത്തിൽ നിന്ന് മുക്തമാക്കി ശാന്തിയും സമാധാനവും കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് യഥാർത്ഥത്തിൽ പൂജകൻ. ഭക്തനും ഭഗവാനും മധ്യേ കുടികൊള്ളുന്ന ഒരു മീഡിയേറ്റർ, ഒരു മാധ്യസ്ഥൻ. അപ്പം ഈ മാധ്യസ്ഥൻ ഈ കാള ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ബ്രോക്കർമാരായി ഇരിക്കുന്നവൻ്റെ കയ്യിലൊരു സൂചി കാണാം. എന്തിനാണ്? ഈ പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെ ശരീരത്തിൽ ഈ സൂചിയുടെ കുത്തേക്കുമ്പോൾ ഇതൊന്ന് ചാടും. അപ്പം ഇത് വാങ്ങാൻ പറയണതിൻ്റെ അടുത്ത് പറയും, കണ്ടോ ഇത് കുഴപ്പക്കാരനായ കാളയാണ്, ഇതിനെ വാങ്ങിച്ചാൽ നിങ്ങളെ വീട്ടിലുള്ളവർക്ക് കൂടെ ആപത്താണ് എന്ന് പറയും. അതുപോലെയാണ് ഈ കാര്യങ്ങളിലും കർമ്മശുദ്ധി, ചിന്താശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നൊരു സംഗതി ഉണ്ടല്ലോ, അല്ലേ? ചിന്താശുദ്ധി, ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ചിന്താശുദ്ധിയാണ്. എന്ന് വെച്ചാൽ അർത്ഥം പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ മനസ്സിലുണ്ടാകാവൂ. ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടരുത്. എല്ലാത്തിലും സമത്വ ദർശനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളിന് പോസിറ്റീവ് ചിന്തയെ ഉണ്ടാവും. അപ്പം പോസിറ്റീവ് ചിന്ത മനസ്സിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ ചിന്താശുദ്ധിയായി. പിന്നീട് വരുന്നത് വാക്ശുദ്ധിയാണ്. ശുദ്ധമായ ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരാളിൻ്റെ നാവിൽ ശുദ്ധമായ വാക്കുകളെ ഉണ്ടാവൂ. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകളോ കർമ്മങ്ങളോ അങ്ങനെയുള്ള ആളിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് അയാൾ ഒരു സുഹൃതം ചെയ്ത ആളാണ്, പുണ്യമുള്ള ആളാണെന്ന് നമുക്ക് വിലയിരുത്താം. അത് കഴിഞ്ഞ് മൂന്നാമത്തത്
ചിന്താശുദ്ധിയും വാക്ശുദ്ധിയും കഴിഞ്ഞാൽ കർമ്മശുദ്ധിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കർമ്മശുദ്ധി എന്ന് പറയുന്നത് ഒരു വലിയ പൂർവജന്മ കർമ്മങ്ങളിലൂടെ, പൂർവജന്മങ്ങളിലെ പുണ്യകർമ്മങ്ങളിലൂടെ നേടുന്ന ഈശ്വരന്റെ വരപ്രസാദമാണ് കർമ്മശുദ്ധി. ഒരാൾ ചെയ്യുന്ന ആ കർമ്മ അങ്ങനെ ചെയ്യുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മത്തിൽ എന്തില്ല? ഫലം ആഗ്രഹിക്കുന്നേയില്ല. നിഷ്കാമ കർമ്മമെന്ന് പറയുന്നത് അതാണ്. കാമം എന്ന് പറഞ്ഞ ആഗ്രഹം. ഏതെങ്കിലും ഒരു കാര്യം നേടണമെന്നുള്ള ചിന്തയോട് കൂടിയാണ് ഈശ്വര കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടത്തില്ല. എന്തെങ്കിലും കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, കർമ്മം ചെയ്യുന്നവന് ഫലം വേണ്ടത്? കർമ്മത്തിന്റെ ഫലം ഭഗവാൻ അറിയാതെ കൊടുത്തോളും. അത് നമ്മൾ തീരുമാനിക്കണ്ട. നമ്മുടെ ഇതെന്താണ്? നമ്മുടെ ജന്മാർജിതമായ ഒരു കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യുക. ആ കർമ്മം ചെയ്യുമ്പോൾ ഈ 3 തരത്തിലുള്ള ശുദ്ധി ഉണ്ടാകണം. 100% ആത്മാർത്ഥമായും സത്യസന്ധമായും ഈശ്വര വിശ്വാസത്തോടു കൂടിയും നമ്മൾ ആ കർമ്മം അനുഷ്ഠിക്കണം. ഇപ്പം ആപത്തിൽപ്പെട്ട് കിടക്കുന്നവർക്ക് ചിലപ്പോൾ 5000-ഓ 10,000-ഓ രൂപ കൊടുത്ത് ഒരു അങ്ങീ പറഞ്ഞ പോലെ ഒരു സുദർശന യന്ത്രമോ ഒരു ത്രിപുരസുന്ദരി യന്ത്രമോ ഒരു മൃത്യുഞ്ജയ യന്ത്രമോ പൂജ ചെയ്തിടാൻ കഴിഞ്ഞില്ലെന്ന് വരും. അവരെ രക്ഷിക്കേണ്ട കർമ്മം നമുക്കുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു തകിട് വാങ്ങിച്ച് യന്ത്രവും മന്ത്രവും എഴുതി അറിയാമെങ്കിൽ നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പൂജ ചെയ്ത് കൊടുത്താൽ നമുക്ക് അല്പ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും. പക്ഷേ ഒരു ജീവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. അത് പുണ്യം തന്നെയാണ്. അപ്പൊ യന്ത്രങ്ങൾ, സുദർശന യന്ത്രം വിധിപ്രകാരം ചെയ്തെടുത്താൽ അത് ഒരു മഹാപുണ്യം തന്നെയാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. ഭയങ്കരമായ ആപത്തുകളിൽ നിന്ന് ഇതുപോലുള്ള യന്ത്രങ്ങൾ പലരെയും രക്ഷിച്ചതായി നമുക്കറിയാം. കാരണം ഈശ്വരൻ കൂടെ നിൽക്കുമ്പോൾ ഏത് ആസുരി ശക്തിക്കാണ് ആ സാധകനെ ഉപദ്രവിക്കാൻ കഴിയുക? ഇപ്പം അങ്ങൊരു ഗണപതി ഭക്തനാണെന്നിരിക്കട്ടെ, മഹാഗണപതി എന്ന് പറയുന്നത് പ്രഥമദേവനെന്ന് പിതാവായ മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം ആദ്യത്തെ പൂജകൻ, ഒരു പൂജ ചെയ്യുന്ന ഒരു പൂജകൻ ആദ്യം സ്മരിക്കുന്നത് ആരെയാണ്? മഹാഗണപതിയാണ്, വിഘ്നങ്ങൾ ഒഴിവാക്കാൻ. ഗണപതി സങ്കല്പത്തോടു കൂടി, അത് കഴിഞ്ഞ് ഗുരുസങ്കല്പത്തോടു കൂടിയാണ് പൂജ ആരംഭിക്കുന്നത് തന്നെ. ദക്ഷിണാമൂർത്തി, പ്രപഞ്ചത്തിന്റെ ഗുരു. അങ്ങനെ ചെയ്യുന്ന ഒരു കർമ്മത്തിന് അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല. അപ്പോൾ ആളുകൾ പൂജ എന്ന് പറയുന്നത് ഉപാസ്യ ദേവതയെ പ്രീതിപ്പെടുത്തുന്നതാണ്. അപ്പം അവിടെ മന്ത്രോച്ചാരണം അനിവാര്യമാണ്. മന്ത്രോച്ചാരണം ഇവിടെ പലരും, ഒരുപാട് മഹാതാന്ത്രികന്മാരായ ആളുകളുമായി ഈ കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം മന്ത്രത്തെക്കുറിച്ച് ഒരു പരിധിവരെ ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. മന്ത്രം ഉപാസിക്കുമ്പോൾ അത് സാധകനെ അല്ലെങ്കിൽ ഉപാസിക്കുന്ന ആളിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് മന്ത്രോച്ചാരണം. മന്ത്രം യഥാർത്ഥത്തിൽ പൂജ ചെയ്യുമ്പോൾ മൗനം ദീക്ഷിച്ചിരിക്കുന്നവർ ഒരു മന്ത്രം പഠിച്ചവരല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഒരുപക്ഷെ തെറ്റായിരിക്കാം എൻ്റെ സങ്കല്പം. പഠിച്ചിട്ടുള്ളവൻ മന്ത്രം സ്ഫുടമായി വ്യക്തമായി ഉച്ചരിക്കണം. ഈ ശബ്ദ തരംഗം പ്രകൃതിയിൽ ചെന്ന് തട്ടി പ്രകൃതിയെ ഉണർത്തി ആ പ്രകൃതി ഈശ്വരിയുടെ സഹായം കൂടിയാണ് മന്ത്രത്തിൽ കുടികൊള്ളുന്ന ദേവതയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഉപാസകനെ രക്ഷിക്കുന്നത്. കാരണം ഏത് ഉപാസകനും ഏത് മഹായോഗിയും നിൽക്കുന്നത് ഭൂമിയിൽ ചവിട്ടിയുന്നോണ്ടാണ്. ഭൂമിയുടെ സഹായമില്ലാതെ ഒരു സാധകനും ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല. അപ്പൊ എല്ലാം ഭൂമിയാണ്. ലക്ഷ്മി ദേവിയുടെ സ്ഥൂല ശരീരമാണ് ഭൂമിയെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ടല്ലോ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ് സ്ഥൂലം. അപ്പോൾ നമ്മൾ നടക്കുന്നത് എവിടെയാണ്? പരാശക്തിയായ ലക്ഷ്മി ഭഗവതിയുടെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യ റാണിയാണ് ലക്ഷ്മി ഭഗവതി. ആ അമ്മയുടെ നെഞ്ചിലൂടെയാണ് നമ്മൾ ചവിട്ടി നടക്കുന്നത്. നമ്മൾ തുപ്പുന്നതും അഴുക്കുകൾ ഇടുന്നതും എല്ലാം ആ അമ്മയുടെ ദേഹത്താണ്. ഇതെല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ആ ദേവതയെ
ഒന്ന് ഉപാസിക്കാനോ ഒന്ന് തൊട്ട് നമസ്കരിക്കാൻ പോലും മനസ്സില്ലാത്ത ദുഷ്ടഹൃദയനാണ് നമ്മൾ.